ഹലോ, ഐ ആം ഡോക്ടർ ജുനൈദ്. ചില ആളുകൾ അവരുടെ വൈറ്റമിൻ ഡി ലെവൽ രക്തത്തിൽ പരിശോധിച്ച് നോക്കുമ്പം അതൊക്കെ നോർമലായി വന്നിട്ടുണ്ടാവും. പക്ഷേ വൈറ്റമിൻ ഡിയുടെ പ്രശ്നങ്ങളാണെങ്കിൽ മാറുന്നുമില്ല. ഇതുപോലെ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ മുഴുവനായിട്ടും കാണുക. കാരണം ഇതെന്തുകൊണ്ടാണെന്നും അതിൻ്റെ നാച്ചുറൽ റെമഡി എന്താണെന്നൊക്കെ ഞാനൊന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഈ വൈറ്റമിൻ ഡി രക്തത്തിൽ ആവശ്യത്തിലുണ്ടെങ്കിൽ പോലും ഇതിന് രക്തത്തിൽ നിന്നും കോശങ്ങളിലേക്ക് പ്രവേശിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ തവണയും പോകുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് നിങ്ങൾ തൊഴിലാളിയാണോ എന്ന് കൺഫേം ചെയ്യും. പക്ഷേ ഒരു ദിവസം നിങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡിന് നിങ്ങളെ മനസ്സിലാവുന്നില്ല. അതുപോലെ ഈ റിസപ്റ്ററുകളുണ്ട്, വൈറ്റമിൻ ഡി റിസപ്റ്ററുകൾ. ഇതിന് വൈറ്റമിൻ ഡിയെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒട്ടുമിക്ക ആളുകൾക്കും ഈ വൈറ്റമിൻ ഡിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ചില നാച്ചുറൽ റെമഡീസ് ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ജനറ്റിക് പ്രശ്നമായിരിക്കും, ചില ആളുകൾക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകളായിരിക്കും, അതായത് ഇൻഫ്ലമേഷനുകൾ. ചില ആളുകൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ കാരണമൊക്കെ ഇത് വരും. അതുപോലെ തന്നെ ശരീരത്തിൽ വരുന്ന ചില തരത്തിലുള്ള ടോക്സിൻസുകൾ, പ്രത്യേകിച്ചും ഈ പരിസ്ഥിതി മലിനീകരണം കാരണം ഈ ലെഡ്, കാഡ്മിയം, ആർസനിക് പോലുള്ള ഒരുപാട് ഹെവി മെറ്റലുകൾ ശരീരത്തിൽ പ്രവേശിക്കും. അപ്പോൾ ഇതൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്. പക്ഷേ നാച്ചുറലായിട്ടുള്ള മെത്തേഡുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തരത്തിലുള്ള ന്യൂട്രിയൻസ് ഇതിന് ഹെൽപ്ഫുള്ളായിരിക്കും. ഈ ന്യൂട്രിയൻസ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ വൈറ്റമിൻ ഡി റിസപ്റ്ററുകളെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കും. അങ്ങനെ വൈറ്റമിൻ ഡിയെ പെട്ടെന്ന് തിരിച്ചറിയാനും ഈ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിച്ച് അതിൻ്റെ വർക്ക് നടത്താനും അത് സഹായിപ്പിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഈ നാച്ചുറൽ മെത്തേഡുകളൊക്കെ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ചിലപ്പോൾ പരിഹരിക്കാൻ ഇത് പറ്റണമെന്നില്ല. ചിലപ്പോൾ അത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയും ചെയ്യും കേട്ടോ. പക്ഷേ അതുപോലെ തന്നെ വളരെ ക്വിക്കായിട്ടുള്ള റിസൾട്ടൊന്നും നിങ്ങൾ ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. എന്നിരുന്നാൽ പോലും ഇതുപോലുള്ള മെത്തേഡുകൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം നിങ്ങളുടെ ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾ മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം മെഡിസിന് നിങ്ങൾ എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്തു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പാർശ്വഫലം പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ വീണ്ടും മരുന്നെടുക്കേണ്ടി വരും. അങ്ങനെ കംപ്ലീറ്റ്ലി ജീവിതം മൊത്തം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മരുന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് നല്ലതല്ല. നമ്മുടെ ശരീരത്തിന് തന്നെ അതിൻ്റെ ഹീലിംഗ് എബിലിറ്റി ഉണ്ട്. ആ ഹീലിംഗ് എബിലിറ്റിയെ നമ്മൾ ഉത്തേജിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ജീവിതശൈലി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നല്ല ജീവിതശൈലി ഫോളോ ചെയ്യാതെ മരുന്ന് മാത്രം കഴിച്ചതുകൊണ്ട് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പെർമനൻ്റായി ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ചില ആളുകൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് റീക്കവർ ആവുന്നത്. കാരണം അവരുടെ ശരീരത്തിലെ ന്യൂട്രിയൻസിൻ്റെ ബാലൻസും ഇമ്മ്യൂൺ കോശങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ വേഗതയും കാര്യങ്ങളൊക്കെ വളരെയധികം ബാലൻസ്ഡ് ആയിരിക്കും. കാരണം അവരുടെ ജീവിതശൈലി നല്ല രീതിയിൽ മെച്ചപ്പെട്ടതായിരിക്കും. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ന്യൂട്രിയൻസ് നോക്കാം. ഒന്നാമത്തേത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട ആഹാരങ്ങളാണ് ചീര, അതുപോലെ പയറുവർഗ്ഗങ്ങളായ ആഹാരങ്ങൾ, ബദാം ഒക്കെ. ഇനി സിങ്കാണ് രണ്ടാമത്തത്. സിങ്ക് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പംകിൻ സീഡാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. പംകിൻ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്തങ്ങയുടെ കുരു, അത് വറുത്തിട്ടൊക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ നിലക്കടല, പിന്നെ കാഷ്യൂ, ഇതൊക്കെ കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ സിങ്ക് കിട്ടും. അപ്പോൾ സ്നാക്സിൻ്റെ ഒക്കെ കൂടെ ഇത് കഴിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ വൈറ്റമിൻ ഡി ലെവലിനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയും ശരീരം ഇമ്പ്രൂവ് ചെയ്യും. ഇനി ഒമേഗ 3 ഫാറ്റി ആസിഡാണ്. ഇത് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കഴിക്കേണ്ട ആഹാരങ്ങളാണ് ഈ കടൽ മത്സ്യങ്ങൾ, അതുപോലെ ഈ ഫിഷ് ലിവർ ഓയിലും കിട്ടും. ഇനി വെജിറ്റേറിയൻ ആണ്, നിങ്ങൾക്ക് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലാക്സ് സീഡ്, വാൾനട്ടൊക്കെ നല്ല ഓപ്ഷനാണ്. നാലാമത്തതാണ് ഈ കുർക്കുമീൻ മഞ്ഞളിൽ നിന്ന് കിട്ടുന്നൊരു പോഷകമാണ്. അപ്പോൾ ഈ കുർക്കുമീൻ നല്ല രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സപ്ലിമെൻ്റ് ആയിരിക്കും ബെസ്റ്റ് ചോയ്സ്. കാരണം മഞ്ഞൾ നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന കുർക്കുമീൻ്റെ അളവും വളരെ കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ ലോങ് ടേം ആയിട്ട് മഞ്ഞൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അത് ആരോഗ്യത്തിന് ഒരുപാട് രീതിയിൽ ഗുണം ചെയ്യും. അപ്പോൾ അത് ആഹാരത്തിൻ്റെ ശീലമാക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി സംബന്ധമായ കുറവ് അല്ലെങ്കിൽ മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും സപ്ലിമെൻ്റ് ആയിരിക്കും പെട്ടെന്ന് ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷൻ. ഇനി
കുടലിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയ ആഹാരം കഴിച്ചുകൊണ്ട് കാര്യമില്ല. കുടൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും ആഗിരണം ചെയ്യില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ കുടലിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രോബയോട്ടിക്കുകൾ. അപ്പോൾ പ്രോബയോട്ടിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബാക്ടീരിയകളാണ് കുടലിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമുള്ള നല്ല ബാക്ടീരിയകൾ. അപ്പോൾ കുടലിൽ അടങ്ങിയിട്ടുള്ള ഈ ബാക്ടീരിയകൾ ആഹാരങ്ങളെ നല്ല രീതിയിൽ ദഹിപ്പിക്കാനും അതുപോലെ ചില തരത്തിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ശരീരത്തിൽ നീർക്കെട്ട് കുറക്കാനൊക്കെ ഈ വസ്തുക്കൾ സഹായിക്കും. അതുപോലെ ചില വൈറ്റമിൻസ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ ടോക്സിൻസിനെയും ചീത്ത ബാക്ടീരിയകളൊക്കെ ഇത് ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ ഈ ബാക്ടീരിയ വളരെ അനിവാര്യമാണ്. ഇത് കിട്ടാൻ വേണ്ടി പുളിപ്പിച്ച ആഹാരങ്ങൾ, തൈര്, മോര്, അതുപോലെ ഈ പുളിപ്പിച്ച ക്യാബേജ്, ഈ പഴങ്കഞ്ഞി, അച്ചാർ ഇതുപോലുള്ള ആഹാരങ്ങളൊക്കെയാണ് കഴിക്കേണ്ടത്. അതുപോലെ പ്രീബയോട്ടിക്കുകൾ ആവശ്യമാണ്. എന്ന് വെച്ചാൽ ഈ പ്രോബയോട്ടിക്കില്ല, നല്ല ബാക്ടീരിയകളുടെ ആഹാരമാണ് പ്രീബയോട്ടിക്. നാരടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ, അതുപോലെ ഈ വഴുവഴുപ്പുള്ള പച്ചക്കറികളൊക്കെയാണ് നല്ല പ്രീബയോട്ടിക്കുകൾ. ചിയാ സീഡ്, ഈ കസ്കസ് പോലുള്ള വിത്തുകളൊക്കെ നല്ല ഓപ്ഷനാണ് ഈ ബാക്ടീരിയകൾക്ക് വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൊടുക്കുമ്പോൾ ഈ ബാക്ടീരിയകൾ നല്ല രീതിയിൽ കുടലിൽ ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കാൻ പറ്റും. ഇനി പ്രധാനപ്പെട്ടതാണ് എക്സസൈസ് റെഗുലറായി ചെയ്യുക എന്നുള്ളത്. കാരണം എക്സസൈസ് റെഗുലറായി ചെയ്യുമ്പോൾ നമ്മുടെ കുടലിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉൽപ്പാദിപ്പിക്കും. അതാണ് സെറോട്ടോണിൻ. ഇത് നമ്മുടെ മൂഡിനെ നിയന്ത്രിക്കാനും അതുപോലെ കുടലിൻ്റെ ചലനശേഷിയെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഈ മലബന്ധം ഇല്ലാതെ നിൽക്കാനൊക്കെ ഇത് സഹായിക്കും. അതുപോലെ കുടലിൽ ആഹാരങ്ങളൊക്കെ നല്ല രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നതായിരിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കലോറിക്കായിട്ടുള്ള ആഹാരം കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ചും റിഫൈൻഡ് ആയിട്ടുള്ള പഞ്ചസാര, ഈ കൂൾ ഡ്രിങ്ക്സ്, ബിവറേജസ്, ഒരുപാട് മധുരപാനീയങ്ങൾ, അതുപോലെ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ, ഒരുപാട് കരിച്ചതും പൊരിച്ചതും ഒരുപാട് ജ്യൂസ് അടിച്ച ആഹാരങ്ങളൊക്കെ മാക്സിമം കുറക്കുക. ഏറ്റവും നല്ല അധികം പ്രോസസ്സ് ചെയ്യാത്ത ആഹാരങ്ങളാണ്. എന്ന് വെച്ചാൽ പച്ചക്ക് ഒരുപാട് ആഹാരം കഴിക്കണം എന്നല്ല. ചില ആളുകൾക്ക് പച്ചക്കറികളൊക്കെ ഒരുപാട് കഴിക്കുമ്പോൾ ഗ്യാസ് സംബന്ധമായ പ്രശ്നം ഉണ്ടാകും. അവരിത് ചെറുതായിട്ട് സ്റ്റീം ചെയ്തിട്ടോ ബോയിൽ ചെയ്തിട്ടോ ഒക്കെ കഴിക്കുമ്പോൾ അത് ഹെൽപ്ഫുള്ളാകും. പക്ഷേ നിങ്ങൾ ഒരുപാട് കരിച്ചതും പൊരിച്ചതും കഴിക്കുമ്പോൾ ശരീരത്തിൽ ഒരുപാട് ഈ കലോറി അല്ലെങ്കിൽ ഷുഗർ വരുകയും അതുവഴി അത് നീർക്കെട്ടുണ്ടാക്കും. നീർക്കെട്ട് ഞാൻ പറഞ്ഞല്ലോ, വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് കലോറിക്കായിട്ടുള്ള ആഹാരം കഴിക്കരുത്, ഒരുപാട് പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കുറയ്ക്കുക. ഇത് 1-2 തവണ കഴിക്കുന്നവരെ പറ്റിയല്ല പറയുന്നത്. ഇത് സ്ഥിരമായി ആഹാരത്തിൻ്റെ രീതിയാക്കി മാറ്റുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അത്തരക്കാർക്ക് ഇത് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വരികയും ചെയ്യും. പിന്നെ ചില ആളുകളുടെ ഒരുപാട് ആഹാരം കഴിക്കുക, അമിതമായ ആഹാരം കഴിക്കുന്ന രീതി മാറ്റണം. അമിതമായ ആഹാര രീതി മാറ്റാൻ വേണ്ടി ചെറിയൊരു ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങൾ ആഹാരം കഴിക്കുമ്പം നിങ്ങൾ ഗ്യാപ്പ് കൊടുക്കുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കാരണം നിങ്ങളുടെ ആഹാരം പെട്ടെന്ന് കഴിക്കുമ്പോൾ തലച്ചോറിന് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ വയറ് ഫില്ലായോ എന്നുള്ളത്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുടലിന് നിങ്ങൾക്ക് എന്ത് അറിയാൻ പറ്റും, പെട്ടെന്ന് അത് ഫില്ലായി എന്ന് തലച്ചോറിന് തിരിച്ചറിയാനും നിങ്ങളുടെ ആവശ്യത്തിനുള്ള ആഹാരം മാത്രം കഴിക്കുന്ന ഒരു രീതി ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ, ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരായി ഷെയർ ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കാണേണ്ട മറ്റൊരു വീഡിയോ ഉണ്ട്, മികച്ച 4 പ്രോബയോട്ടിക് ആഹാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു കണ്ടൻറ്റുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.